ശ്രീ ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാർ നടത്തിയ പ്രതികരണവുമാണ്. ഞാൻ വായിച്ചത് ദ ഹിന്ദു പത്രത്തിന് അദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ഇതുമായി പ്രോസിക്യൂഷൻ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും, അത് ലീഗലായിട്ടുള്ള ആളുകളുമായിട്ട് ആലോചിച്ച് വിധി വന്ന ശേഷം പോകും എന്നാണ് പറയുന്നത്. എനിക്കൊരു സംശയം. അപ്പോൾ എൻ്റെ ആദ്യം ഉണ്ടായ സംശയം, ഒരു വിധി വായിച്ച് നോക്കാതെ അതൊരു ഫോൾസ് പ്രോസിക്യൂഷന് സാധ്യതയുള്ള ഒരു കേസാണോ എന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു തെളിവ്, ആ കണ്ടന്റ് അത് അറിയാതെ എന്താണ് ആ വിചാരണ കോടതിയുടെ കണ്ടന്റ്. ഇപ്പം എനിക്കും ദിലീപിനും ഈ കാര്യത്തിൽ ഒരേ അറിവ് മാത്രമായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. അറിയാവുന്ന അദ്ദേഹം കൂട്ടിൽ കയറി നിന്നു, അദ്ദേഹം കുറ്റവാളിയല്ല, സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, അദ്ദേഹം പുറത്തിറങ്ങി വന്നു. അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു ഫോൾസ് പ്രോസിക്യൂഷൻ കേസ്, മലീഷ്യസ് പ്രോസിക്യൂഷൻ കേസ് സാധ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നാൻ തക്ക രീതിയിലുള്ള എന്ത് കണ്ടന്റ് ആണ് ഈ വിധിന്യായത്തിലുള്ളത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കും ഈ ലോകത്തുള്ള മറ്റുള്ള ആളുകൾക്കും ഇല്ലാത്ത എന്തെങ്കിലും ആക്സസ് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ അഭിഭാഷകർക്കോ ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ടുണ്ടോ? അതിനകത്ത് ഇങ്ങനെ ചില അദ്ദേഹത്തിന് ഈ മലീഷ്യസ് പ്രോസിക്യൂഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടോ? മനസ്സിലായില്ല. അതായത് അദ്ദേഹത്തെ ചാർജ് ചെയ്ത സമയത്തോ അറസ്റ്റ് ചെയ്ത സമയത്തോ തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന പ്രകാരം ഇത്തരത്തിലുള്ള സംഗതിയിലേക്ക് തെളിവിന്റെ കണിക പോലും ഇല്ലാതെയാണ് ഇങ്ങനൊരു സംഗതി ഉണ്ടായത്. അങ്ങനെയൊന്നുമുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. അന്തിമമായി സുപ്രീം കോടതിയിൽ പോയാൽ SLP കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ദിലീപ് കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളതിന് അന്തിമമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. ആ തീരുമാനത്തിന് ശേഷമല്ലേ ഒരു വിചാരണ കോടതിക്കോ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കോ ഈ ഫോൾസ് പ്രോസിക്യൂഷൻ അഥവാ മലീഷ്യസ് പ്രോസിക്യൂഷൻ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പൊട്ടനാക്കല്ലേ, ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനേ കുറച്ചോണം കൂടുതലുണ്ടതാ. അപ്പൊ നമ്മള് ഈ എന്താ പറയുക, ഇനി കാതങ്ങളോളം ചെന്നെത്താനിരിക്കുന്ന ഒരു സംഗതിയെ പറ്റി ഇപ്പോഴേ ആലോചിച്ചുറപ്പിച്ച് ഇത് മലീഷ്യസ് പ്രോസിക്യൂഷൻ മൂവ് ചെയ്താൽ മുമ്പോട്ട് പോകും, നാളെ മുതൽ IG സന്ധ്യയെയും അല്ലെങ്കിൽ മഞ്ജു വാര്യരെയും കോടതിയിൽ കൂട്ടിൽ കയറ്റി വിസ്തരിക്കും എന്നൊക്കെ പറയും. ഇത് മൗഢ്യമാണ് വാസ്തവത്തിൽ. സഹകരിക്കുന്ന ആളുകൾക്ക് ഒരു പേടിയുണ്ടാവും, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയുണ്ടാവും, ഇതുമായി സഹകരിക്കുന്ന ആളുകൾക്കുണ്ടാവും. ഒരുപക്ഷെ ചില മാധ്യമ പ്രവർത്തകർക്ക് പോലും ഇനി എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ ദിലീപിന്റെ കേസ് നേരിടേണ്ടി വരുമോ, താൻ ഈ ജോലി കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴും ആ കേസ് നടത്താൻ കാശ് ചെലവാക്കേണ്ടി വരുമോ എന്ന പേടിയുണ്ടാവും. അത്തരം ഒരു ഭയം സൃഷ്ടിക്കാൻ ദിലീപിന്റെ ഇത്തരം ചപ്പടാച്ചികൾക്ക് കഴിഞ്ഞേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഒരു മഹാമണ്ടൻ തന്നെ. ഒരു കോടതിയിൽ മുഖ്യം തെളിവുകളാണ്, ആരോപണങ്ങളല്ല. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ പ്രോസിക്യൂഷനോ പോലീസോ വ്യക്തികളോ കോടതിയുടെ പുറത്ത് പറയുന്ന അഭിപ്രായങ്ങളുടെ പേരിലല്ല ഒരു കേസിലും വിധി ഉണ്ടാകുന്നത്. കോമൺ സെൻസ്. കേസിലെ വിധി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതിൻ്റെ പേരിൽ പ്രതിയായിരുന്നയാൾ അക്വിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അയാൾക്ക് ചില അവകാശങ്ങളില്ല എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നതൊക്കെ തന്നെ അവരുടെ മൗഢ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ കേസിലെ വിധിയുടെ വിശദാംശങ്ങൾ നമുക്കറിയില്ല, അതിന് ഒരു ദിവസം കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, കോടതി പ്രൊനൗൺസ് ചെയ്തിരിക്കുന്ന വെർഡിക്റ്റ് ദിലീപ് നോട്ട് ഗിൽറ്റി എന്നാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികളിൽ ഗൂഢാലോചന അടക്കമുള്ള തെളിവുകൾ അതൊക്കെ പരിഗണിച്ചതിന് ശേഷം ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് നോട്ട് ഗിൽറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു വസ്തുതയാണ്, നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്. ഈ ദിവസമുള്ള ദിലീപിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അക്യൂസ്ഡ് അല്ല, കോൺവിക്റ്റ് അല്ല, അദ്ദേഹം ഫ്രീ ആണ്, ഈ കേസിൽ നിന്ന് സ്വതന്ത്രനാണ്. അപ്പോൾ മലീഷ്യസ് പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറയുന്നത് വീണ്ടും മൗഢ്യമാണ്. കാരണം മലീഷ്യസ് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാനായിട്ട് എല്ലാ അപ്പീൽ നടപടികളും പൂർത്തിയാകണം എന്നൊരു നിയമം ഇവിടെ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. 2 വിധികളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. 2020 സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ജസ്ബീർ സിംഗ് എന്ന് പറയുന്ന ഒരു കേസുണ്ട്. ആ കേസിൽ തന്നെ പറയുന്നത് മൊമെന്റ് ഈ അക്യൂസ്ഡ് അക്വിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പ്രൊസീജിയർ അവിടെ തീർന്നിരിക്കുന്നു എന്നാണ്. പിന്നീട് അപ്പീൽ പോവുകയാണെങ്കിൽ ദാറ്റ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി റിവൈവ് ദ പ്രോസിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അയാൾക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്നാണ്. ഇതേപോലെ തന്നെ ഒരു 18-20 വർഷങ്ങൾക്ക് മുമ്പുള്ള വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് ദിലീപ് കുമാർ റേ എന്ന് പറയുന്ന ഒരു കേസുണ്ട്. ആ കേസിലും ഇതേ കാര്യം തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് തടസ്സങ്ങളില്ല. പ്രോസിക്യൂഷൻ വിധി പറയുന്ന ആ കേസിൽ വിധി പറയുന്ന സമയത്തോടു കൂടി ആ പരിപാടി അവിടെ തീരുകയാണ്. പിന്നീട് അപ്പീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല മലീഷ്യസ് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്താ കാര്യം? ബോധം വേണം, ബോധം. ക്ഷമിക്കണം, എനിക്കൊരല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി. അപ്പൊ ബുദ്ധിയില്ല, ബോധമില്ല. അത് ഇവിടെയുള്ള ദിലീപിന്റെ സ്വാതന്ത്ര്യമാണ്. അത് എന്തുകൊണ്ടാണ് അയാളുടെ സ്വാതന്ത്ര്യമാകുന്നത് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഗൂഢാലോചന ദിലീപ് ആരോപിക്കുന്ന സമയത്ത് ദാ നോക്കൂ ദിലീപ് അയാളുടെ കരാള ഹസ്തങ്ങൾ ഇവിടെയുള്ള ആൾക്കാർക്കും നിയമ സംവിധാനത്തിനെതിരെ നീട്ടുന്നു ഒരു സംശയം ശ്രീജിത്ത് നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ 386 CRPC പ്രകാരം അല്ലെങ്കിൽ 427 BNSS പ്രകാരം ഒരു അക്വിറ്റലിനെതിരെ ഹൈക്കോർട്ടിലേക്ക് മൂവ് ചെയ്യും, ഹൈക്കോർട്ട് ഈ ജഡ്ജ്മെന്റ് റിവേഴ്സ് ചെയ്തൊരു റീട്രയലിന് ഓർഡർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഉള്ള നിയമസാഹചര്യം എന്തായിരിക്കും? നിൽക്കില്ല. ഇത് പുലി തന്നെ. അതായത് കോടതി ഏതെങ്കിലും ഒരു സമയത്ത് അക്വിറ്റൽ റദ്ദി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിലീപിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കുറ്റവാളിയല്ല, അക്യൂസ്ഡ് അല്ല,
ഇന്നത്തെ ദിലീപിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ദിലീപ് ഫ്രീ ആണ്. ഈ കേസിൽ ഹി ഈസ് അക്വിറ്റഡ്, ഹി ഈസ് നോട്ട് കോൺവിക്റ്റഡ്, ഹി ഈസ് നോ മോർ അൻ അക്യൂസ്ഡ്. അതുകൊണ്ട് അക്വിറ്റഡ് ആയിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ച് ആ സ്റ്റാറ്റസിൽ നിൽക്കുന്നയാളിന് മലീഷ്യസ് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദിലീപ് അതിനു വേണ്ടിയിട്ട് ഏത് സമയത്ത് ആര് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് പോകുന്നു, അതിജീവിതയാണോ പോകുന്നത്, പ്രോസിക്യൂഷനാണോ പോകുന്നത്, സർക്കാരിന്റെ ബാക്കിംഗ് ഉണ്ടോ, ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കേണ്ടത് ദിലീപിന്റെ വിഷയമല്ല. മലീഷ്യസ് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാൻ എന്നുള്ളതാണ് എന്റെ പോയിന്റ്. എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കേണ്ട. ഇനി ഈ കേസിൽ ഞാൻ പറഞ്ഞത് 8.5 വർഷം ഗൂഢാലോചന ഉണ്ട്, അത് നടത്തിയിരിക്കുന്നതിന്റെ മാസ്റ്റർ ബ്രെയിൻ ദിലീപിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം നേരിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപ്. അപ്പോൾ ഈ 8.5 വർഷം നമ്മൾ ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞു. അത് ഇല്ല എന്നുള്ളതാണ് ഈ വിധി പൂർണ്ണമായിട്ട് നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും അത് തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ട് ഗിൽറ്റി എന്ന് പറഞ്ഞാൽ അത് ദിലീപിന് അതിൽ പങ്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഉത്തരവാദിത്തമില്ലാത്ത ഒരു കേസിൽ ഉൾപ്പെട്ടു എന്നുള്ളത് അയാൾക്കെതിരെ ആരോ ഗൂഢാലോചന നടത്തിയെന്ന് അയാൾക്ക് പറയാൻ മതിയായിട്ടുള്ള കാരണമാണ്. നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത്, വൺ സൈഡ് അല്ലല്ലോ. എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, പക്ഷെ അതൊക്കെ നടക്കണമെന്ന് വാശി പിടിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പൊ ആസൂത്രകൻ ദിലീപാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പൾസർ സുനിയും പോലീസുമാണ്. അത് ദിലീപ് അല്ല എന്ന് കോടതി പറയുന്ന സമയത്ത് യഥാർത്ഥ ആസൂത്രകൻ ആരാണെന്ന് പറയാനുള്ള ബാധ്യത ദിലീപിനല്ല, കോടതിക്കല്ല, പോലീസിനാണ്. അപ്പൊ ദിലീപിനെതിരെ 8.5 കൊല്ലം ഗൂഢാലോചന ആരോപിക്കാം. എന്നാൽ അദ്ദേഹത്തിനെ വെറുതെ വിട്ടപ്പോൾ അദ്ദേഹം തനിക്കെതിരെയാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ മഹാപാതകമാണ് എന്ന മട്ടിൽ പറയുന്നതിന്റെ ചിത്രീകരിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. നീ പുലിയാണ്. ഒരു ചാർജും നിലനിൽക്കാത്തത് കൊണ്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു വ്യക്തി തന്നെ കുടുക്കിയിട്ടാണ് ഈ 8.5 വർഷം അകത്തിട്ടിരുന്നത്, അതിന് പിന്നിൽ ഒരു ഡിസൈൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ സുനി പറഞ്ഞിട്ട് ദിലീപിനെ അകത്തിടാമെങ്കിൽ ദിലീപിനും അത് ആരോപിക്കാം. പറ്റില്ല. എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ പെരുവിരലിൽ നിർത്തി കറക്കും ഞാൻ. ഓർമ്മിപ്പിക്കാം, ബൈജു പൗലോസുമായി ബന്ധപ്പെട്ട് ബൈജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ദിലീപ് അദ്ദേഹത്തിനെതിരെ ഭീഷണി മുഴക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു കോടതിയിലെ നടപടി കഴിഞ്ഞതിന് ശേഷം വരാന്തയിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് സാറിനും വീടും കുടുംബം ഒക്കെ ഇല്ലേ എന്ന രീതിയിലേക്ക് പറഞ്ഞു എന്നാണ്. പിന്നീട് അതിന്റെ ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ എന്തായി, ഡേറ്റ് പറഞ്ഞതും തീയതി പറഞ്ഞതും കോടതി പറഞ്ഞതും എല്ലാ സമയവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ബൈജു പൗലോസാണ്. പക്ഷേ ആ സമയത്ത് ഈ 2 ആൾക്കാരും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, ഈ കേസ് ആ കോടതിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കോടതി തന്നെ നേരിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു വിവരത്തിൽ മലീഷ്യസ് ആയിട്ട് ദിലീപിനെതിരെ പോലീസ് ഏകപക്ഷീയമായിട്ട് ബയാസ്ഡ് ആയിട്ട് ഹോസ്റ്റൈലായിട്ട് പെരുമാറി എന്ന് അയാൾ സംശയിച്ചാൽ നമുക്ക് അയാളെ കുറ്റം പറയാൻ കഴിയുമോ? അത് വലിയൊരു പോയിന്റ് അല്ലടോ. അപ്പോൾ അയാൾക്ക് അത് പറ്റില്ല എന്ന രീതിയിലേക്ക് നമുക്ക് പറയാൻ കഴിയുമോ? അതില്ല. ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരു വൺ സൈഡഡ് പരിപാടിയൊന്നുമല്ല. ഗൂഢാലോചന എന്നത് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തിനു ഭയപ്പെടുന്നു? അത് വേറൊരു വലിയ പോയിന്റ് ആണല്ലോ. എന്തുമാത്രം പോയിന്റുകളായി. 8.5 വർഷം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇത് ട്രയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് അദ്ദേഹം എപ്പോഴാണ് എക്സസൈസ് ചെയ്യുന്നത്? അദ്ദേഹം എപ്പോഴാണ് അതിനെക്കുറിച്ച് പറയുന്നത്? പുറത്തു വന്നതിന് ശേഷം. അപ്പോൾ ദിലീപിന് ഒരു അക്വിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിക്ക് അദ്ദേഹത്തിന് അവകാശങ്ങളൊന്നും ഇല്ല എന്ന മട്ടിൽ പറയുന്നതിനോ അദ്ദേഹം ആരുടെ പേരും ഗൂഢാലോചന ആരോപണം ഉന്നയിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള യുക്തിയല്ല, നമ്മുടെ നാട്ടിലെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ ഏത് കാലം പഠിച്ചെടുക്കാനാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതൊന്നും തെളിയിക്കപ്പെടാത്ത ദിലീപും അതിന്റെ കുറ്റവാളിയാണെന്ന് കരുതിയെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ നീതി പൂർണ്ണമായിട്ട് നടപ്പാക്കി എന്ന് കരുതാൻ കഴിയുകയുള്ളൂ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് അപ്പീൽ നൽകാനായിട്ട് പ്രോസിക്യൂഷനോട് പറയുക, സർക്കാരിനെ അതിന് പ്രേരിപ്പിക്കുക. ഒരു ദിവസം നേരത്തെ വൈകാതെ അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയുകയാണ് വേണ്ടത്. ആയിക്കോട്ടെ, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം, ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കില്ല. ഈ റേപ്പ് ചെയ്തത് ദിലീപ് ആയിരുന്നെങ്കിൽ പോലും ഇത്ര പ്രശ്നമില്ലായിരുന്നു എന്നൊക്കെ പരസ്യമായി പറയുന്ന വക്കീലന്മാരെ വെച്ച് ദിലീപിനെതിരെ ഇനിയും അപ്പീൽ കൊടുത്ത് വാദിക്കാനായിട്ട് പോയാൽ ആ വാദം 8 നിലയിൽ പൊട്ടും. അതുകൊണ്ട് നല്ല വക്കീലന്മാരെ കേസ് ഏൽപ്പിക്കുക എന്നുള്ളതാണ് നിഷാദ്. എനിക്ക് പുറത്തിറങ്ങണം, നിങ്ങൾക്ക് സമരം ചെയ്യാം, എനിക്ക് പുറത്തിറങ്ങണം. എന്ത് ചെയ്യും? പാടില്ല. എന്നെ തടയാൻ നിങ്ങൾ ആരാണ്? ഇത് പണിമുടക്കാണ്, അതായത് ഞാൻ പറഞ്ഞ അത് പാടില്ല. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനെന്താ ആഫ്രിക്കൻ അടിമ? എന്റെ പ്രിയ സുഹൃത്താണ് ശ്രീമതി മിനി. പക്ഷേ മാർക്കറ്റിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ തുറക്കരുതെന്ന് അത് ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കേണ്ടത്. കട തുറക്കണോ വേണ്ടയോ മാർക്കറ്റിൽ പ്രസംഗിക്കുന്നതിന്റെ അടിമകളല്ല വ്യക്തികൾ. എന്താ പണിമുടക്കെന്ന് പറഞ്ഞാൽ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ കട നിർബന്ധപൂർവ്വം അടപ്പിക്കാൻ കഴിയുമോ? ഇതെന്താ സിൻഡിക്കലിസം നിലനിൽക്കുന്ന സൊസൈറ്റിയാണോ? നടപടികൾ നമ്മൾ നിശബ്ദമായിട്ടുള്ള വിപ്ലവങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ലേ? ഇത്തരത്തിൽ മുഷ്കാണ് പ്രകടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ കേരളത്തിലെ മാധ്യമം അത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം പുറത്തു വരികയില്ല. ഇന്ന് അവരുടെ തൊഴിലിടങ്ങളിലേക്ക് പോകാത്തത് വിദ്യാലയം എടുത്തിട്ടുള്ള, നിങ്ങൾ ചിരിക്കണ്ട,
നിനക്ക് പൊലകുളിയും തമാശ ഇല്ലയോടാ? ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരവില്ല. കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞ് തെരുവിൽ ഇറങ്ങിയവരൊക്കെ ഈ കോടതി ഉത്തരവിന് ശേഷം അത് കിട്ടിയോ ഇല്ലയോ, അപ്പീൽ പോകണോ, ഇവിടെ അവസാനിച്ചോ എന്നൊരു അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത രീതിയിൽ ഒന്നെങ്കിൽ നിശബ്ദരാകുന്നു, അല്ലെങ്കിൽ ഭയന്ന് പറയ്ക്കുന്നു, അല്ലെങ്കിൽ ആശ്വാസം കൊണ്ടിരിക്കുന്നു. അതാണ് പലരുടെയും മുഖം ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. യോഗത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു.